Barcumor Mariam dileto Yuhanon damando നിർത്താവായ യേശുമശിഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മാതാവ് വിശുദ്ധന്മാർ എന്നിവതൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുതാം വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മാർത്തൻ വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനാം വിമലത ശുചിയൻ നീവയുള്ള മഹിമാവിയേലും ദൈവജനത്രേ കന്യകയാം മറിയാമീനും ഭേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ മെരീശും നീഹനീശോനേം അപരിപാവനത്വൈകാം സുപിതാവോടൊപ്പം ജീവനെഴും റുക്കുദിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധൻ ആകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധൻ ആകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധൻ ആകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു.
ആകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേല്യോൻ. കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ ശ്ലീഹന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 23-ാം അധ്യായം 11 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കാൻ, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നുവെന്ന് അരുളി ചെയ്തു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുമ്പോലും ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക ഇല്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ലധികം പേരുണ്ടായിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്നു, ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശബ്ദം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവൻ്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണമെന്നുള്ള ഭാവത്താൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പിക്കും. എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളയുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പതിയിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനോട് അറിയിച്ചു. പൗലോസ് ശതാധിപന്മാരിൽ ഒരുത്തനെ വിളിച്ചു. ഈ യൗവനക്കാരന് സഹസ്രാധിപനോട് ഒരു കാര്യം അറിയിപ്പാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവൻ അവനെ കൂട്ടി സഹസ്രാധിപനടുക്കൽ കൊണ്ടുചെന്നു. തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ചു, നിന്നോടൊരു കാര്യം പറയുവാനുള്ള ഈ യൗവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. പൗലോസ് ശ്ലീഹാ ധന്യ ദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളാവും പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ. നമ്മുടെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ അവർ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുകൊള്ളുവീൻ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുതയും നിങ്ങൾക്ക് ആവശ്യം. ഇനി ഇത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവനാരും താമസിക്കുന്നതുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളതിൽ നിന്ന് അവനിൽ പ്രസാദമില്ല. അമീനാഹായി പാറയ്ക്കുമോ. സ്തുതി ബലികളണ ചേരിടുവീൻ.
കർത്തൃ പ്രാകാരം നിർമ്മല കാഴ്ചയുമായി സ്തുതി മദ്ബഹ മാർക്കുമ്പോൾ നമ്മടകത്തോടും ഭയത്തോടും മണകത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വാക്യപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേല്യമുള്ളേ ദൈവത്തിൻ്റെ ജീനവശങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion kadishut moranishumsho Sparso mahioniso men luko sabrono Damsafir kae furkono leulmo. വാഴ്ത്തപ്പെട്ടവനാവുന്നു നമ്മുടെ രക്ഷകായ തന്നെ യേശുവിന്റെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും Besabna hokil dam dabrono set moran valo han foruko dilani shumshiho Mel sudhae dalo ho desbasa men basulto khadisto maria Holenden hokain hwa. അങ്ങനെ ഞങ്ങൾ പറയുന്നു. അനന്തരം യേശുവിൻ്റെ ആരോഹണ നാളുകൾ തികയാറായപ്പോൾ യെരൂശലേമിലേക്ക് പോകുവാൻ ദൃഷ്ടി വെച്ചു. അവൻ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവന് സ്ഥലമൊരുക്കുവാൻ ശമരിയുടെ ഗ്രാമത്തിൽ പ്രവേശിച്ചു. യെരൂശലേമിൽ പോകുവാനിരുന്നാൽ അവനെ അവർ സ്വീകരിച്ചില്ല. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും അവനോട്, കർത്താവേ, ഏലിയ ചെയ്തതുപോലെ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് നിനക്ക് ഇഷ്ടമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട്, നിങ്ങൾ ഏതാത്മാവിലാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ ആത്മാക്കളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോകുകയും ചെയ്തു. അനന്തരം അവർ വഴിയെ പോകുമ്പോൾ ഒരുവൻ അവനോട്, എൻ്റെ കർത്താവേ, നീ പോകുന്നിടത്തേക്ക് ഞാനും നിന്നെ അനുഗമിക്കട്ടെയോ എന്ന് ചോദിച്ചു. യേശു അവനോട് പറഞ്ഞു, കുരുനരികൾക്ക് ഗുഹയും ആകാശത്തിലെ പക്ഷിക്ക് കൂടുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് നല്ല തല ചായ്പാൻ പോലും സ്ഥലമില്ല. പിന്നെ അവൻ മറ്റൊരുവനോട്, നീ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ യേശുവിനോട്, എൻ്റെ കർത്താവേ, ആദ്യമേ പോയി എൻ്റെ പിതാവിനെ കബറടക്കുവാൻ അനുവാദം തരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കബറടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. വേറൊരുവൻ യേശുവിനോട്, എൻ്റെ കർത്താവേ, ഞാൻ നിന്റെ പിന്നാലെ വരാം, എന്നാൽ ആദ്യമേ പോയി വീട്ടുകാരോട് യാത്ര പറഞ്ഞിട്ട് വരുവാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയിന്മേൽ കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് അരുളി ചെയ്തു. ശൈനോ ലഖുൽഖോ. പേജ് നമ്പർ 343. ചക്രത്തിന്മീതേ കണ്ടേ ന്യായ സ്ഥാനേ ബന്ധിതനാകും ഗീവറുകി ചെന്നൊരു സേവകനെ മേലും കീഴും തീച്ചോടുന്നവനെ അംഗം പ്രതിവൻ വേദനയവനേണ്ടു ഭയമെന്തിനു ഗീബറുഗീസെ മകുടം തേടും നീ ഇത് ജനനിക്കൊപ്പം റൂഹ ധൈര്യമവൻ നീകി ഹാലേലുയ്യ ശക്തി പ്രദനഗ്രൻ ബാറക്കുമോൾ സ്തോമെൻകാലോ
ബാറക്കുമോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പൂർവീക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികളിൽ ഇഷ്ടപ്പെടുകയും സ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കീസദേക്കിനും തൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും മഹറോനും ശമുവേലിനും തൻ്റെ ദൃഷ്ടാന്തം സൂചിപ്പിക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി ഏറ്റുപറയപ്പെട്ട് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേക ദൈവമായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങൾ ആയുസ്സോടിരുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ അനുഗ്രഹിക്കുന്നതായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യം സ്വർഗീയമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ പട്ടക്കാട് കൈകളാൽ കുന്തിരിക്കം വെക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ബർഖുമോർ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നതിനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിരസലജനങ്ങളുടെ പാപങ്ങളെയും നീ മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദയവ് തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയും ആകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് നീ ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ക്കണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും നീ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് നീ നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബർഖുമോർ ഹോശോ വബുകുൽ സുബാൻ ലവൽ മീ. ഞങ്ങളെ സൃഷ്ടിച്ച് ഈ ജീവിതത്തിലേക്ക് വരുത്തുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങളെ നീ കാണിച്ചു തരികയും വിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളെ പരിചാരകരുമായി തീരുവാൻ നിനക്ക് തിരുവിഷ്ടമുണ്ടാകണമേ. ഈ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ നിന്റെ ധാരാളമായ കരുണയാൽ നീ സ്വീകരിക്കണമേ.
ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിൻ്റെ അജ്ഞതയ്ക്കും വേണ്ടി ഈ ബലി തന്നെ കണക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആന്തരികവുമായ ബലിപീഠത്തിന്മേൽ പരിമളവാസനയായി നിന്നെ അംഗീകരിച്ച് നിന്റെ കൃപയും ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഞങ്ങൾക്ക് നീ അയച്ചു തരണമേ. നീതിമാനായ ഹാബേലിൻ്റെ കാഴ്ചയും നോഹിൻ്റെ ബലിയും അബ്രഹാമിൻ്റെ ഫല വഴിപാടുകളും മോശയുടെയും അഹറോൻ്റെയും ആചാരത്തെ ശുശ്രൂഷയും ശമൂവേലിൻ്റെയും സമാധാനയാഗങ്ങളും നീ കൈക്കൊണ്ട പ്രകാരം കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയെ നീ സ്വീകരിക്കണമേ. വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാരത്തെ ശുശ്രൂഷ നീ കൈക്കൊണ്ടതുപോലെ പാപകരമായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ നീ അംഗീകരിക്കണമേ. മാലിന്യമില്ലാത്ത ഈ ബലി നിനക്ക് അർപ്പിക്കുവാനും ന്യായവിധി ദിവസത്തിൽ നിന്റെ മശിഹായുടെ കരുണ മൂലം വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവനാധികാരികളോടൊപ്പം പ്രതിഫലം പ്രാപിക്കുവാനും ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ബർക്കുമോൻ ഓശോ വബുകുൽ സുബാൻ ലവൽ മീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മനാലോഹന ഖാബേൽ ഹുസോയദ് ഹബേ വൽ ശുക്കോനോ ദാതോ ഹേ ബത്രായിഹുൻ ഉൽ മലഓലം ഉൽ മീ. ഹേനോ അബ് തോ മഹിലോ ഹാത്തോയോ നെനെവിമാ ഖാദി ആബോ ഖാദിശോ ഖാദി ബ്രോ ഖാദിശോ ഖാദി റൂഹോ ഖാദിശോ ദം ഖാദിശ് ലഫിർമ ഹാത്തോയോ അബ്ദേദ് ഖാദ് ഹോയിസ് എസ്ട്രാഹ അൽനഫ്സോസോ അൽനഫ്സോസാ ദാബോഹാൻ വദാഹാൻ വദറാബോനാൻ വദമൽഫോനാൻ വദാനീദാൻ വദകുലഹോനാനീദ മഹൈനെ എൽദേ തീതോ ഖാദിസ്തോ വദ്രായിഹുൻ. ബാർക്കുമോൾ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാട് പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെ സൃഷ്ടാവുമായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും ലോകം മുഴുവൻ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യതയുള്ള സത്യതയും ജനജനും സൃഷ്ടിയല്ലാത്തനും സാരാംശത പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യനായി നൽകും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവനന്തപുര പ്രകാരം സ്വർഗത്തു നിന്നിറങ്ങി വിശുദ്ധ ദേവമാതാവ് വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നതിനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നതിനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായ
യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാക്കന്മാരെ, സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ ഈ ബലി സ്വീകരിക്കപ്പെടത്തക്കോണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ആമീൻ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നതിനും നിബിയന്മാരും സ്ലേയന്മാരും മുഖാന്തരം സംസാരിച്ചതിനുമായ ജീവനും വിശുദ്ധിമുള്ള റുഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശ്വാസയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഏറ്റു പറഞ്ഞ് മരിച്ചവരുടെ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുദാ ഏതു നമസ്കാരത്തിൻ സമയം ഏതു തന്നെ കരുണാസമയം ഉന്നത പദവിയിലേറിതാം ഇന്നിപ്പോൾ ഈ ആചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേതുകരുണയുടെയും അലിവിൻ്റെയും സമയം ദാ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദാ ദൂരസ്ഥർ സവിധസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താൻ. അതിനാൽ സോദരരെ വരുവി ഒരു പോൽക്കാരുണയേരം നീടാം. അമീൻ. ബാറക്കുമോൾ സ്തോമൻ ഗാലോ ബാറക്കുമോർ. കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാറക്കുമോർ ഹോശോ വബുകുൽ സുബാൻ ലവൽ മേ. ബാറക്കുമോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോൾ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമനത്താൽ ഓരോരുത്തനും അവനവന്റെ അടുത്തവനും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്ലോമോ നൽകിൻ കർത്താവേ, സ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെ എന്നു തമ്മിൽ ചുംബിക്കണം നാം. തൽ സ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെ നാളും. ബാറക്കുമോർ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയിലകത്താണുമാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ബാറക്കുമോർ. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ.
നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും നിനക്ക് സമർപ്പിക്കുന്നു. ഓശോ വബുകുൽ സുബാൻ ലവൽ മേ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങൾ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും നീ ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബുകുൽ സുബാൻ ലവൽ മേ. ബാർക്കുമോൾ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരം പരിശുദ്ധമായ കൃപാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയും സകലത്തെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും വലിയ സ്വതമാകുന്നു. ദാലോഹോ ആബോ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യോഗ്യനായുമാകുന്നു. കർത്താവേ, തിരുമുമ്പാകെ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമാന്മാരോടൊന്നിച്ച് തൃത്വസ്തുതികൾ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുകയും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. മുറിച്ച് തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകി അവരോട്, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു.
ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകി അവരോട്, നിങ്ങളിത് എല്ലാവരും വാങ്ങിപ്പാനം ചെയ്യുവീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഇതനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ സ്മരിച്ചുകൊള്ളുവീൻ എന്ന് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. അതാമോദോസേനോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തലിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ബ്രഹ്മജനകമായ നിന്റെ പുനരാഗമനത്തെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോടുകൂടെ ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മാർക്കുമോർ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരുന്ന പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കൃപാനമേൽ പൊരുതി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന നാഴിക എത്ര ഭയങ്കരം ഈ സമയത്ത് ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളി ചെയ്യണമേ. എൻ്റെ കർത്താവേ, എന്നോട് ഉത്തരമരുളി. ഉത്തമനെ ദയവ് തോന്നി എൻ്റെ മേൽ കരുണ ചെയ്യണമേ. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസായ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ രക്തവും ആക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം അവർ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യണമേ. അവർ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാറക്കുമോർ ഹോശോ വബുകുൽ സുബാൻ ലവൽ മേ. ആമീൻ. ബാറക്കുമോ. ഇന്നും ഈ ആഷ്കാലത്ത് നമ്മുടെ ശിഷ്യന്മാരായിരുന്ന 4 ഭാഗമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ ബലിയെ മേച്ചുപിരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്തെ നേർത്തു പോരുന്ന നമ്മുടെ പാത്രികീശന്മാരായ ആബൂമാഗ്നാത്യോസിനു വേണ്ടിയും
ആബൂമ ബേസേലിയോസിനു വേണ്ടിയും ആബൂമ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂമ തീമോത്തിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സാല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിൽ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തമായ ദീർഘായുസം നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുൽ സുബ്ഹാൻ ലവൽ ആമീൻ. ബാറയ്ക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുൽ സുബ്ഹാൻ ലവൽ ആമീൻ. ബാർക്ക്മോർ 4 മംഗളം ദൈവത്തിൻ്റെ സഭകളെയും ദറാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി എടുപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സംഭവം മുഴുവനും സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിന് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവൻ്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുൽ സുബ്ഹാൻ ലവൽ ബാർക്കുമോർ ഭൂമിയിലെ സകല അംശങ്ങളിൽ നിന്ന് ഭയങ്കര യോഗ്യതകളും വിശുദ്ധികളും മഹത്വങ്ങളും അനുഗ്രഹിക്കപ്പെട്ടുള്ള നിത്യകന്യകയും ഭാഗ്യോദ്യമായ ദൈവമാതാ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസവക്കാരായ സ്ലീഹന്മാരെയും ഏവെങ്കിലിസ്റ്റന്മാരെയും സഹദേവന്മാരെയും മൗദാന്മാരെയും ഭാഗ്യവാനതൻ്റെ യജമാൻ്റെ മുന്നോട്ടക്കാരനുമായ മാരുഹാനാൻ മബ്ദാനിയും ഷമാശമാൽ പ്രധാനിയും സഹദേവമാൽ മുമ്പനുമായ പരിശുദ്ധനും മാത്രമുള്ളതുമായ സ്തേഫാനോസിനെയും സ്ലീഹന്മാർ തലന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലൂസിനെയും നമ്മുടെ പിതാവായ മർത്തോമ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. അവരണികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുൽ സുബ്ഹാൻ ലവൽ ബാറയ്ക്കുമോർ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടുകൂടി മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖിയായിലും കുസ്തന്തീനോപോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്ലേമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവന്നാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തീമോസും ഇയാവാനീസും
വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നല്ല ഇപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് ബുർദാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസവുമായും മാർ ഷമോൻ ദസ്സനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോമാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രീഗോറിയോസും മാർ ദിവന്നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായ ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. ബാറക്കുമോ അരൂപകളുടെയും ശലയിടങ്ങളുടെയും ഇടയനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസിൽ മുൻകൂട്ടി എതിർവായിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നേർന്നവരായ ഈ പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരിപുളിയൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്നെ സ്വർഗരാജ്യം ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന ടെസ്റ്റ് പറയണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. കർത്താവേ, കരുണയോടെ ഞങ്ങളെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും നീ ചെയ്യണമേ. എന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഇന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സ്ഥലമൈശ്വരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും അപരാധങ്ങൾ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്തീയ അന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായും മഹത്വപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഓശോ വബുകുൽ സുബാൻ ആമീൻ. തൻ്റെ തിരുനാമം ഇരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സ്ഥല തലമുറ വരെയും ലോകലോകങ്ങളോളം സ്തുതിക്കുകയും ചെയ്യുന്നു. ആമീൻ. ബാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമോ റഹമാ ദാലോഹോ റാബോ. വലിയവനും രക്ഷിതാവുമായ യേശുമിശിഹാകുന്ന ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യം കണി കാണാത്ത ഹാലേ
ഹാലേലൂയ പന്തീരാ റോവി നിജന്മാ ബാരയ്ക്കുമോ കുറിയേലായി ഹല്ലേലൂയ ഹല്ലേലൂയ നിർമ്മലനിൽ കുറ്റം ചാർത്തി ബാരയ്ക്കുമോർ കുറിയേലായിസോം അവരെയെല്ലാം സ്ലീബായിൽ ഹാലേലൂയ ഹാലേലൂയ വീര്യതാ താൻ തോൽപ്പിച്ചു ബാരയ്ക്കുമോ കുറിയേലായിസോ ഫോഷന്മാരേഴര വർഷം ഹാലേലൂയ ഹാലേലൂയ ഗീവറുകി സിനശോദിച്ചു ബാരയ്ക്കുമോർ കുറിയേലായിസോം വല്ലഭനാകും മശിഹാതൻ ഹാലേലൂയ ഹാലേലൂയ വീര്യത്താലെല്ലാമേറ്റ ബാരയ്ക്കുമോ കുറിയേലായിസോ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോ ബാറയ്ക്കുമോ ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ബന്ധിതരും രോഗികളും അനാഥരും ദരിദ്രരും പീഡിതരും പലതരം പ്രയാസങ്ങളിൽ വലയുന്നവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. പ്രത്യേകാൽ ഈ ദിനങ്ങളിൽ ജന്മദിനം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങളെ തിരുസന്നിധി സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസ്സിലും അവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വിവാഹം വാർഷികം ആചരിക്കുന്ന നിന്റെ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ആത്മാവിൽ കുടുംബജീവിതത്തിൻ്റെ പരിപാവനത കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ അവരുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ബാറഖുമോർ പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നതിനുമായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ദൈവമായ കർത്താവേ,
ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും പോഷത്വങ്ങളും നീ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോടും കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുൽ സുബ്ഹാൻ ലവൽ മീൻ ബറക്കുമോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. മാർക്കുമോർ അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള താണ്ഡമാകെ നാം തലകുനിക്കണം. കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവകയിലെ ആടുകളെയും നിന്റെ വലത്ത് കൈ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുൽ സുബ്ഹാൻ ലവൽ മീൻ ബറക്കുമോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തെഹവേ തൈബൂസോ റഹമേ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദന്യവും വന്യവും സരാംശം നാരിക്കുന്നതുമായ വിശുദ്ധത്വത്തിന്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങൾ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബാരേക്കുമോർ. ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമീൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തൻ്റെ വലിയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജേ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീ വരോപ്പം ദേവസുതൻ ആശ്വാസമവർക്കേകിടും. മുറിയോറാഹേ മേലേനു ആധാരൻ. നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലുയ്യായോ ഹാലേലുയ്യ. നിൻവലമായി രാജഭാമിനിയും നിന്നഴകരജന്മോഹിപ്പാൻ ഹാലേലുയ്യായോ ഹാലേലുയ്യ. ജനമോർക്കായ
അനുഗ്രഹവും ബാരയ്ക്കുമോ. ശുഭഹോലാബു ലബറു വലറൂഹു കാദിച്ചു മിന്നോലം വാദാമൽ ഓലം വൽ മീനാമി. ഭക്തർ പുകഴ്ച ഭാജനമേ നിലുദിച്ചോരേകസുതൻ തൃക്കരഞ്ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം സ്തോമൻ ലായിസോൻ മറിയാമിൻ സ്മരണം വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട പാർക്കുമോ. ശുഭഹോലാബു ലബറു വലറൂഹു കാദിച്ചു ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ നുയരുന്നോയാരിൽ സുഖപരിമളധൂപം മുറിയോരായി മേലൈനോ ആധാരേ നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളർത്ഥനയും ഞങ്ങളിലാദ്രത തോന്നിടാം ഏകാത്മജനോട് അർത്ഥിക്കാം. നയവാൻ വന പോലെ തളിർത്തിലുമേ ഹാലേലുയ്യ വളരും അവൻ ലബനൂൻ കാരകിൽ പോൽ തളിരിട്ടു തളച്ചിടുമേ ഹാലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ. ശുഭഹോലാമു ലബറു വലറൂഹു കാദിച്ചു ഓലം വാദാമ് ഓലം വൽമീനാമീൻ. ഒരു പോലിങ്ങും മാർ ഗീവരോഗി സഹദാവും മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിന്നോർമ്മേ ബഹുമാനി സൗമൻകാലോസ് ബർഖുമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പരാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ എപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സഹദേന്മാരെ കിരീടം ധരിപ്പിക്കുന്നവനും തൻ്റെ ഭടന്മാരെ ശ്രേഷ്ഠരാക്കുന്നവനും അനീതിക്കും അധർമ്മത്തിനും എതിരായി പ്രവർത്തിക്കുന്നവർക്കുള്ള ശക്തി നൽകി മോർഗീവർഗീസഹായ പോരാട്ടത്തിൽ വിജയിപ്പിച്ചവനായ കർത്താവിനെ നിനക്ക് സ്തുതി. നിന്റെ സഹതായും ഞങ്ങളുടെ പിതാവുമായ മോർഗീവർഗീസഹതായുടെ ഞങ്ങൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങൾ ആയുസ്സോടിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധന യോഗ്യമാകുന്നു. കർത്താവേ, നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവത്വത്തിന് ഞങ്ങൾ അർപ്പിക്കുന്ന സുഗന്ധധൂപം പരിശുദ്ധനായ മോർഗീവർഗീസഹതായുടെ പ്രാർത്ഥനകളാൽ അംഗീകരിക്കപ്പെടുമാറാകണമേ. അദ്ദേഹത്തിൻ്റെ വധം നിന്റെ കർത്തൃത്വത്തിന് പ്രീതികരമായ ബലിയായി തീർന്നതുപോലെ അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ നിന്നിടെ കോട്ടയായി തീരണമേ. അദ്ദേഹത്തിൻ്റെ രക്തം പാപപരിഹാരപ്രദമായി തീർന്നതുപോലെ അദ്ദേഹത്തിൻ്റെ സ്മരണത്തിൻ്റെ ജനത്തിന് സന്തോഷകരവും സമാധാനപ്രദവുമായി തീർന്ന് വിശുദ്ധ സഭയിൽ എന്നാലും നിന്റെ ശാന്തി നിലനിൽക്കുമാറാകണമേ. കർത്താവേ, സ്വർഗത്തിൽ നിന്നുള്ള നിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതാ ദിവസത്തിൽ നിന്റെ വിശുദ്ധന്മാരോടുകൂടി അദ്ദേഹത്തിൽ നിന്നുള്ള ഓഹരിക്ക് നിന്റെ കരുണയാ ഞങ്ങളെയും നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ബാറക്കുമോർ ഓശോ വബുകുൽ സുബാൻ ലവൽ മേ. ആമേൻ.
Menalo Nakabel, whoso Yadahobe, will Subkono Datohe, Matraihun, Ulmelaolam Ulmi. ആമേൻ. പ്രാർത്ഥനയിൻ സമയമീതല്ലോ മാർഗീ വരുകി സഹദാം പതിവിൻ പടി നിൻകൂട്ട തലയായി പ്രാർത്ഥിക്കായി ഇമ്പമെഴും നിൻപാട്ടിൽ ശ്രദ്ധിച്ചിടും നീ ആടുകളെ മൂശേ പുത്ര കൈവാഴ്ത്തേണം ബാറയ്ക്കുമോൻ ശുഭഹുലാബൂലം ബ്രൂവൽ റൂഹു കാദിശോ നിന്നെ വരീശ്വരു താതനം മോഗി വറുകി സഹദാം നിന്നോർമ്മയിൽ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മുടി ചൂടിടുന്ന റൂഹാവം നിൻ പ്രാർത്ഥന കൃപയേറ്റേ ഞങ്ങൾക്കും മുറിയൂറാഹിമേലൈനുവാദരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും നൻകോപത്തിൽ വടികളെയുമായി ചീടാൻ പാറയ്ക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി അത് ഉന്നയിക്കാൻ തന്നെയാണ്. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കാം. ഏറ്റവും വന്ധ്യനായ സം ഗബ്രിയേൽ കോറപ്പിസ്കോപ്പാച്ചൻ ഇന്ന് നമ്മോടൊപ്പം ആരാധനയിൽ പങ്കുചേരുന്നു. ഏറ്റവും വന്ധ്യനായ അച്ഛനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യും. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് ഈ ബലിപീഠത്തിങ്കൽ ബലിയർപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആയുഷ്കാലം മുഴുവൻ തിരിഞ്ഞു നോക്കുവാൻ എനിക്ക് ഒരവസരം ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമാണ്. നിങ്ങളോടൊത്ത് ദൈവസന്നിധിയിൽ ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ ലഭിച്ച അവസരവും ഭാഗ്യം തന്നെ. വളരെ ദീർഘമായ വിഷയമാണെങ്കിലും ഒരു ചിന്താവിഷയം ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അത് ഗ്രഹിക്കുകയും വളർത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും കടമയാണ്. ചിന്താവിഷയം വേറൊന്നുമല്ല, വ്യക്തിയുടെ രൂപീകരണം, വ്യക്തിത്വത്തിൻ്റെ രൂപീകരണം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. യേശുക്രിസ്തു ലോകത്തിൽ അവതരിച്ച് ലോകം മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെടണം എന്ന് പറയുന്നതിൻ്റെ വേറൊരു ഭാഷ്യമാണ് മാനസാന്തരപ്പെടണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നതെന്ന് അറിയുന്നില്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ. 2000-ഓളം വർഷം ദൈവത്തെ ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ ജനമാണെന്ന് അവകാശപ്പെട്ടിട്ടും ദൈവം തന്ന ദൂതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദൈവീക വ്യക്തിത്വം രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ. അത് സമ്മതിച്ചേ മതിയാവും. അനുതാപമില്ലാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വിശുദ്ധി അതിനെ ഞാൻ അറിയുന്നുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? എന്നെ ദൈവവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്, ഏതാണ്? പോകട്ടെ, ദീർഘമായിട്ട് ചിന്തിക്കുവാനോ പറയുവാനോ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ചിന്താവിഷയം വ്യക്തിയുടെ രൂപാന്തരം.
വ്യക്തിയുടെ രൂപാന്തരം സഭയ്ക്ക് ചെയ്യാനൊക്കുന്നൊരു വിഷയമല്ല. തിരുമേനിമാർക്കോ പുരോഹിതന്മാർക്കോ ചെയ്തു തരുവാൻ കഴിയുന്ന ഒരു വിഷയവുമല്ല. അവനവൻ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അവനവൻ പരിശ്രമിച്ച് അവനവൻ ആ കാര്യത്തിൽ വിജയിച്ചെങ്കിൽ മാത്രമേ ഇത് സാധിക്കൂ. ഇന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ നമ്മൾ ഏവങ്കേലി വായിച്ചു കേട്ടപ്പോൾ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരാണ്, കർത്താവിനെ കേട്ടവരും അറിയുന്നവരുമാണ്. കർത്താവിനോടുള്ള ബഹുമാനം ഏറ്റവും ഉന്നതമാണ്. ആ കർത്താവിനോടുള്ള ബഹുമാനത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്നാണ് സ്വന്തം നാട്ടിൽ ചെന്നപ്പോൾ അവർ കർത്താവിനെ കൈക്കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ പ്രതികരിച്ചത് എന്താ? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഇവരെ അങ്ങ് ചുട്ടുകളഞ്ഞേക്കട്ടെ എന്ന് കർത്താവിനോട് ചോദിക്കുക. അപ്പം കർത്താവ് പറഞ്ഞ മറുപടി, നീ എന്താ ചിന്തിക്കുന്നത്, എന്താ പറയുന്നതെന്ന് നീ അറിയുന്നില്ല. അവനവനെ അറിയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രശ്നം. എന്തെല്ലാം കാര്യങ്ങളാണ് ടി വിയിൽ കൂടെയും മാധ്യമങ്ങളിൽ കൂടെയും ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതിനകത്ത് എന്ത് വിശേഷം, എന്തർത്ഥം? സാമൂഹികമായിരുന്നാലും രാഷ്ട്രീയമായിരുന്നാലും വ്യക്തിപരമായിട്ടായിരുന്നാലും അവനവൻ്റെ കാര്യം മാത്രം വെളിപ്പെടുത്തത്തില്ല, അതിങ്ങനെ ഒളിപ്പിച്ചു വെക്കും. പറയുന്നത് വേറെ വല്ലതും, മനസ്സിലിരിക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ഒറ്റ കാര്യമേ ഉള്ളൂ, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യണം, മറ്റുള്ളവരുടെ മുൻപിൽ നല്ലവനാകണം, മറ്റുള്ളവരുടെ മുൻപിൽ നല്ലവനായിട്ട് ചമയണം. അവനവൻ എങ്ങനെ ഇരുന്നാലും ഒരു പ്രശ്നമില്ല എന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ല. കർത്താവിൻ്റെ മുൻപിൽ ചെലവാകാത്ത ഒരു വിഷയമായത്. കർത്താവ് പറയുന്നു, നീ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, ഞാനത് കേൾക്കുന്നുമുണ്ട്, പക്ഷേ ഞാൻ നിന്നെ അറിയുന്നില്ല. 2000-ലധികം വർഷം ആരാധിച്ചിട്ട്, ഇത്രയും കാലം ദേവാലയത്തിൽ പോയിട്ട്, ഇത്രയും കാലം ബലി അർപ്പിച്ചിട്ട് ദൈവം നമ്മളെ കാണുമ്പോൾ നീ കർത്താവേ കർത്താവേ എന്ന് എപ്പോഴൊക്കെയോ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് നിന്നെ അറിയാൻ പാടില്ല. കാരണം പറയുന്നുണ്ട്, നിന്റെ ഹൃദയം എൻ്റെ സന്നിധിയിൽ വന്നിട്ടില്ല. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ചിന്തിക്കാൻ നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. സഭയുടേതായിരിക്കുന്ന കലണ്ടർ, അതിൽ സുപ്രധാനമായ ഒരു തീവ്ര പരിശീലന കാലഘട്ടമുണ്ട്. ആ തീവ്രമായ പരിശീലന കാലഘട്ടം അവസാനിക്കാൻ ഇനി 2 ആഴ്ചയും കൂടെ ബാക്കിയുള്ളൂ. അതായത് 3 നോയമ്പിൽ ആരംഭിച്ചിട്ട്, അനുതാപത്തോടുകൂടി ആരംഭിച്ചിട്ട്, സഭ സംയോജിച്ച് ഏകമായിട്ട് 50 ദിവസത്തെ നോയമ്പിൽ കൂടി കടന്നുപോയി. ആ നോയമ്പിൻ്റെ അവസാനത്തിൽ വിശുദ്ധ കുമ്പസാരം നടത്തി കുർബാന അനുഭവിച്ചിട്ട് 40 ദിവസത്തെ നോയമ്പിൻ്റെ അവസാനമാണ് കുമ്പസാരിച്ച് കുർബാന കൊള്ളുക എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ കഷ്ടാനുഭവം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ നാമും പങ്കാളികളായി, കർത്താവിനോടുകൂടി ഈ ലോകത്തിന് മരിച്ചവരായി, കർത്താവിനോടുകൂടി അടക്കപ്പെട്ട് ഉയർക്കപ്പെടുന്ന ഉയർപ്പിൻ്റെ പെരുന്നാൾ, ആ ഉയർപ്പിൻ്റെ പെരുന്നാളും കൊണ്ടാടി. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന 50 ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ പ്രാപിക്കുവാനുള്ള നാളുകൾ. അപ്പം 3 നോയമ്പ് മുതൽ പെന്തിക്കോസ്തി പെരുന്നാൾ, മെയ് മാസം 19-ാം തീയതി പെന്തിക്കോസ്തി പെരുന്നാളാണ്. പെന്തിക്കോസ്തി പെരുന്നാൾ വരെയുള്ള 120 കൃത്യമായ ദിവസങ്ങൾ നിങ്ങൾ എണ്ണി നോക്കിക്കോ. 120, 365 ദിവസത്തിൽ 120 ദിവസങ്ങൾ വ്യക്തിത്വത്തെ രൂപീകരിച്ച് നാം ദൈവത്തെ പോലെ ആയിത്തീർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വരുവാനുള്ള കാലഘട്ടം തീവ്രമായ പരിശീലനത്തിൻ്റെ കാലഘട്ടമാണ്. ആ പരിശീലനം നമുക്ക് നഷ്ടമായി പോയിരിക്കുന്നു.
നമുക്ക് നോയമ്പ് നോക്കാൻ അറിയാം, പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയാം, എന്ത് പള്ളിയിൽ പോകാൻ അറിയാം, പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ആരൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ബലി അർപ്പിക്കാനാ പോകുന്നത്. എന്തു ബലി? ദൈവത്തിന് ബലി എന്നാണോ, അതോ എന്നെ ബലി അർപ്പിക്കാൻ പോവുക എന്നാണോ? ഇസഹാക്കിൻ്റെ സ്ഥാനമാണ് നമുക്കുള്ളത്. അബ്രഹാം ഇസഹാക്കിനെ സ്വന്തം കൈകൊണ്ട് വെട്ടിഞ്ഞുറുക്കി ബലിയർപ്പിച്ച ആ ബലി, ആ ഇസഹാക്കിൻ്റെ സ്ഥാനമാണ് നമുക്കുള്ളത്. പുരോഹിതൻ്റെ സ്ഥാനമാണ് അബ്രഹാമിനുള്ളത്. ആർക്കാ ബലിയർപ്പിക്കുന്നത്? ദൈവത്തിനാ ബലിയർപ്പിക്കുന്നത്. അങ്ങനെ ഇസഹാക്കിൻ്റെ സ്ഥാനത്ത് പുരോഹിതൻ മുഖാന്തരം വെട്ടിഞ്ഞുറുക്കി ബലിയർപ്പിക്കപ്പെടുവാൻ നമ്മൾ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പോകുക. ആ കുർബാന കഴിഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ടവനായി തിരികെ ഭവനത്തിലേക്ക് പോകണം. ആഴ്ചയിലൊരിക്കൽ. എന്തിനായത്? കർത്താവ് അവതരിച്ചു സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു കാര്യം നീ ചെയ്യണം. നീ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ രൂപാന്തരപ്പെടണം. ആ മാനസാന്തരത്തിനുള്ള മാർഗം ദൈവത്തിൻ്റെ സാന്നിധ്യം കഴിയാറാകുമ്പോൾ സഭ സ്ഥാപിച്ചിട്ട് സഭയിൽ മാമോദീസായും. എന്താ മാമോദീസ? സാത്താനെ ഉപേക്ഷിച്ചു, മശീഹായെ സ്വീകരിച്ചു. അത് രൂപാന്തരത്തിൻ്റെ മാർഗമാണ്, ശുദ്ധീകരിക്കപ്പെടുവാനുള്ള മാർഗം. മാനസാന്തരപ്പെട്ടിട്ടാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പം അതിനുവേണ്ടി ദൈവം തന്ന ഏക കൂദാശ വിശുദ്ധ മാമോദീസ. മാമോദീസ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളോട് ചോദിക്കാമെങ്കിൽ, കുഞ്ഞുങ്ങളോട് ചോദിക്കാമെങ്കിൽ പറയും മൂറോൻ അഭിഷേകം പ്രാപിക്കുന്നതാണ്. അല്ല, മാമോദീസ സാത്താനെ ഉപേക്ഷിക്കുന്നതും മശീഹായെ സ്വീകരിക്കുന്നതുമാണ്. അതിൻ്റെ അംഗീകാരമാണ് മൂറോൻ അഭിഷേകം, കൺഫർമേഷൻ എന്ന് പറയാം. അപ്പോൾ നീ രൂപാന്തരപ്പെടണം, അതിനുവേണ്ടി നീ സാത്താനെ ഉപേക്ഷിക്കണം, മശീഹായെ സ്വീകരിക്കണം. പക്ഷെ മാമോദീസ ഒരിക്കലേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും വരുവാനിരിക്കുന്ന തലമുറ, ലോകത്തിൽ ജനിക്കാനിരിക്കുന്നവർക്കും വേണ്ടി അവർക്കും ഈ അനുഭവം കിട്ടണം എന്നുള്ളത് കൊണ്ട് മാമോദീസ കഴിഞ്ഞാൽ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ, പുതുക്കിക്കൊണ്ടേയിരിക്കുവാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇപ്പം സഭയിലെ ആദ്യ കൂദാശ ഏത്? ഏക കൂദാശ മാമോദീസ. മാമോദീസായുടെ ഫലം അത് തുടരുവാൻ വേണ്ടി മാമോദീസായ്ക്ക് അനുബന്ധമായി നൽകിയിരിക്കുന്നതാണ് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുമ്പസാരത്തെ തുടർന്നുള്ള വിശുദ്ധ കുർബാനയും. പോകട്ടെ, ചിന്തിക്കാനും പഠിക്കാനും വേണ്ടി പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. കുർബാന അനുഭവിച്ചിട്ട് എന്ത് സാധിക്കുന്നു, എന്ത് നേടുന്നു? എന്തെങ്കിലും ഒരു വ്യതിയാനം വന്നിട്ടില്ല, വളരെ കഷ്ടമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഊസോയെ പ്രാപിച്ചും വെച്ച് കുർബാന അനുഭവിക്കുന്ന ആ അനുഭവത്തിൻ്റെ രീതി കണ്ടാൽ ദൈവത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് പലപ്പോഴും. കർത്താവിനെ ക്രൂശിച്ച് ക്രൂശിൽ കിടക്കുന്ന കർത്താവ് കാവല് നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ, അവൻ്റെ ഒരു കുന്തമുണ്ട്. കർത്താവിന് ഇറങ്ങി ഓടാൻ പറ്റത്തില്ല, ആണി അടിച്ചു വെച്ചിരിക്കുക. തല മുൾക്കിരീടവും അടിച്ചിട്ടുണ്ട്, രക്തം മുഴുവൻ വാർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവൻ മരിക്കുന്നതിന് ഇവൻ്റെ കുന്തം എടുത്ത് കുത്തിയിട്ട് വേണോ ഇനിയും മരിക്കാൻ? ആ പട്ടാളക്കാരൻ സ്വന്തം കയ്യിലിരിക്കുന്ന കുന്തം കൊണ്ട് കർത്താവിൻ്റെ നെഞ്ചത്ത് കുത്തുമ്പോൾ അവൻ എന്തിനു കുത്തി എന്നൊരു ചോദ്യം. ആരെങ്കിലും അവൻ്റെ അധികാരികൾ കുത്തം പറഞ്ഞോ? പറഞ്ഞില്ല. അവന് സ്വയമായി തോന്നി ചെയ്തു എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അതിൻ്റെ പിന്നിൽ ബാറാബായിയെ വിട്ടുതരിക, ഇവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന മത നേതാക്കന്മാർ ഉൾപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കുന്തം കൊണ്ട് ഈ പടയാളി കുത്തുന്നത്. അവൻ കർത്താവിൻ്റെ നെഞ്ചത്തൊരു കുത്തും കൂടെ കൊടുത്താൽ അത് ചെയ്യിക്കുന്ന ഈ മത നേതാക്കന്മാർക്കും
ഇവനെ ക്രൂശിക്കുക എന്ന് പറയുന്നവർക്ക് സന്തോഷമാകും. ആ സന്തോഷം നോക്കിയിട്ടാണ് ഇവൻ ഈ കുത്തുന്നത്. ദീർഘിപ്പിക്കുന്നില്ല, ചിന്തിക്കാൻ വേണ്ടി ആ വിഷയവും വിടുന്നു. നമ്മുടെ വിഷയം രൂപാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. അവനവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തണം. ആരാധനയിലേക്ക് വരട്ടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നമ്മൾ എല്ലാ നമസ്കാരത്തിലും വിശുദ്ധ കുർബാനയിലും ഒക്കെ ചൊല്ലുന്നു. ഇത്ര ആഘോഷമായിട്ടാണ് അത് ചൊല്ലുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ സ്കൂൾ പഠനകാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പെന്തിക്കോസ്തുകാരനായിരുന്നു. അപ്പം ഞങ്ങൾ നടന്നു പോകുമ്പോൾ അവൻ വന്നിട്ട് എന്നോടൊരു ചോദ്യം ചോദിക്കും. എടാ, മീൻ സേഫിനകത്ത് നല്ല പൂവമ്പഴം വെച്ചിട്ട് മീൻ സേഫൊക്കെ അടച്ച് ബന്ധിച്ച് ക്ലോസ് ആക്കി വെച്ചുകൊണ്ട് ആ പൂവമ്പഴത്തെ നോക്കി പറയുകയാണ്, പൂവമ്പഴമേ നീ നല്ലതാകുന്നു, നീ നല്ല രുചിയുള്ളതാകുന്നു, നീ മധുരമുള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ വിശേഷം? പെന്തിക്കോസ്തുകാരൻ ചോദിച്ച ചോദ്യമാണ്. ഞാനൊരച്ഛൻ്റെ മകനാണ്, കാട്ടൂരച്ഛനെന്ന് പറയുന്ന വലിയച്ഛൻ്റെ കൊച്ചുമകനാണ് ഞാൻ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഈ ബഥേൽ കേന്ദ്രവുമായിട്ട് ബന്ധമുള്ളത്. പുത്തൻകാവി തിരുമേനി എൻ്റെ തോളത്തൊരു ബാലനായിരിക്കുമ്പം അടിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. സ്നേഹത്തിൻ്റെ അടിയാണ്. പോകട്ടെ, അതല്ല വിഷയം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അത് സ്തുതിപ്പിൻ്റെ പ്രതികരണമാണോ? അതോ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ആശയം എന്താ? ഞാൻ അശുദ്ധനാകുന്നു, ഞാൻ വിശുദ്ധനാകുവാൻ പരിശ്രമിച്ചിട്ടും സാധിക്കുന്നില്ലാത്ത ഒരു പരാജയപ്പെട്ട വ്യക്തിയാകുന്നു. അതുകൊണ്ട് എനിക്കും നിന്നെപ്പോലെ വിശുദ്ധനാകണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നും ഉളവാകുന്ന അനുതാപത്തിൻ്റെ പ്രതികരണമാണ്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട്, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ഞാനാണോ അനുഗ്രഹിക്കുന്നവൻ? ഞാനാണോ പ്രാർത്ഥിക്കുന്നവൻ? ദൈവമല്ലേ അനുഗ്രഹിക്കുന്നവൻ? അതെ. അപ്പോ ഈ പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൽ നിന്ന് എനിക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടി അച്ഛൻ എന്നെ സഹായിക്കണമെന്നാണ് പറയുന്നത്. അച്ഛൻ കൈപോക്കി തലയെ വെച്ചിട്ട് അച്ഛൻ അങ്ങ് അനുഗ്രഹം കൊടുക്കാൻ ശ്രമിച്ചാൽ അനുഗ്രഹം കിട്ടുമോ? അനുഗ്രഹം തരേണ്ടത് ദൈവമല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ സമീപനത്തിൻ്റെ പിന്നിൽ യഥാർത്ഥമായിരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്, വ്യക്തിത്വത്തിൻ്റെ സമീപനമുണ്ട്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അശുദ്ധനാകുന്നു എന്നും ഞാൻ വിശുദ്ധനാകാൻ ശ്രമിച്ചിട്ട് സാധ്യമാകാത്ത ഒരു പരാജയപ്പെട്ട വ്യക്തിയാകുന്നു എന്നും മനസ്സിലാക്കുന്നതിൻ്റെ പ്രതികരണമാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നത്. ബലവാനെ നീ പരിശുദ്ധൻ, അതുപോലെ തന്നെ ഞാൻ ബലഹീനനാണ്, ഒന്നിനും പ്രാപ്തിയില്ലാത്തവനാണ്. ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ ബലവാനാകുന്നു, നീ മരണമില്ലാത്തവനാകുന്നു, ഞാൻ മരണമുള്ളവൻ, മരണത്തെ ഒഴിവാക്കാൻ കഴിയാത്തവൻ, ഞാൻ അങ്ങനെയൊരു വ്യക്തിയാകുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് ചൊല്ലുന്നത്. ഈ പറയുന്ന വ്യക്തിയുടെ സമീപനത്തിൻ്റെ അവസാനമാണ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ 3 വാക്യങ്ങളുടെ അർത്ഥം സ്തുതിപ്പിൻ്റെ പ്രകടനങ്ങളല്ല. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്ന ദൈവത്തെ പുകഴ്ത്തുന്ന സ്തുതിക്കുന്ന സ്തുതിപ്പിൻ്റെ പ്രതികരണമല്ല. പിന്നെയോ ഞാൻ അശുദ്ധനാകുന്നു, ഞാൻ ബലഹീനനാകുന്നു, ഞാൻ മരണത്തിന് വിധേയനാകുന്നു, മരണമുള്ളവൻ, ഒന്നിനും പ്രാപ്തിയില്ലാത്തവൻ, പ്രതികരണശേഷിയില്ലാത്തവനാകുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ട കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ.
അപ്പം ആ 4 നിർത്ത്, അതിൻ്റെ അർത്ഥം അറിഞ്ഞു ചൊല്ലാൻ നമുക്ക് കഴിയണ്ടേ? കുരിശുവരയുടെ സാരാംശം അറിയാമോ? സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്നു, നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്ക്, ഇടത്തെ തോളിൽ നിന്ന് വലത്തേ തോളിലേക്ക്, ഇടത്തേതിൻ്റെ മക്കളെ വലത്തേതിൻ്റെ അതാക്കി. ഈ അർത്ഥമറിഞ്ഞ് കുരിശു വരയ്ക്കുന്നവർ എത്ര പേരുണ്ട്? അതിനേക്കാൾ തമാശയല്ലേ പൂർണ്ണമായി കുരിശു വരയ്ക്കുന്നവർ എത്ര പേരുണ്ട്? നെറ്റിക്ക് തൊടാറുണ്ടോ? നെഞ്ചത്തും തൊടാറുണ്ടോ? ഇടത്തെ തോളിലും വലത്തെ തോളിലും തൊടാറുണ്ടോ? എന്ന കൈകൊണ്ട് എന്തൊക്കെയോ ഗോഷ്ഠി കാണിക്കും. ഇങ്ങനെയുള്ള ആരാധനയല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. നീ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വിളി എവിടെയോ കേട്ടിട്ടുമുണ്ട്, പക്ഷെ എനിക്ക് നിന്നെ അറിയാൻ പാടില്ല. നിന്റെ ഹൃദയം എൻ്റെ സന്നിധിയിൽ വന്നിട്ടില്ല. പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റാണ് വിഷയം, ചിന്താ വിഷയം അതാണ്. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അറിയുന്നവൻ്റെ ആകെ ലക്ഷ്യമെന്ന് പറയുന്നത് അവനെപ്പോലെ അവരവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ വഞ്ചിക്കരുത്, ദൈവത്തെ ചതിക്കരുത്. നിങ്ങൾ ഒരിടത്തും പോയി രക്ഷപ്പെടില്ല. അതുകൊണ്ട് അവനവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തി ദൈവീകമായ ഒരു വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രശ്നം എന്ത്? ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ വിഷയമല്ലയോ നമുക്കിന്നുള്ളത്? ഒരുത്തരും സത്യം പറയത്തില്ല. എല്ലാവരും അന്യോന്യം പ്ലീസ് ചെയ്തുകൊണ്ട് നടക്കുക. വർത്തമാനം പറഞ്ഞാലും കൊള്ളാം, പ്രവർത്തിച്ചാലും കൊള്ളാം, എന്ത് ചെയ്താലും കൊള്ളാം. ഭാവങ്ങളല്ലാതെ സത്യങ്ങൾ അറിയുന്നില്ല, അവനവനെ തിരിച്ചറിയുന്നില്ല, സത്യ അനുതാപമുണ്ടാകുന്നില്ല. എൻ്റെ ഇല്ലായ്മയെ ഞാൻ ബോധ്യപ്പെടുത്തി ദൈവത്തിൻ്റെ ഉള്ള അവസ്ഥയെ ഞാൻ തിരിച്ചറിയുമ്പോഴാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നത്. ആരാ പറഞ്ഞത്? ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആർ വിടുവിക്കും? സെന്റ് പോളാ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സെക്കൻഡ് സ്റ്റേജ് അത്. ആദ്യത്തെ സ്റ്റേജ് ഏതാ? ഇച്ഛിക്കുന്ന നന്മ പ്രവർത്തിക്കുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിച്ചു പോകുന്നു. നമ്മളെപ്പോലെയൊക്കെയുള്ള അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഡെവലപ്മെൻറ്റിൽ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ് അവൻ പറയുന്നത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആർ വിടുവിക്കും? അവിടെ മുതലാണ് നല്ല പോർ പൊരുതുന്നതും ഓട്ടം തികയ്ക്കുന്നതും. ജീവിതത്തിൻ്റെ ഓട്ടം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. പള്ളിയിൽ പോകുന്നതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ സ്ഥാനം എവിടെയായി? ദൈവസന്നിധിയിലേക്കെങ്ങാനും ചെന്നോ? പോകാനായിട്ട് സമീപിക്കുന്നുണ്ടോ? അതോ ഇപ്പോഴും അരിഷ്ടതയിൽ കിടക്കുകയാണോ? സത്യ അനുതാപം ഉണ്ടാകണം. ദൈവസന്നിധിയിൽ മോചനവും ശുദ്ധീകരണവും പ്രതീക്ഷിക്കണം. ദൈവത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ ഇതല്ലാതെ വേറൊന്നും മാർഗമില്ല. ഏത് ഭരണം വന്നാലും കൊള്ളാം, ഏത് അധികാരികൾ വന്നാലും കൊള്ളാം, ആരും എന്നെ നന്നാക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദൈവസന്നിധിയിൽ ഞാൻ ആരാധിക്കുന്നവനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, പക്ഷേ എന്നെ രൂപപ്പെടുത്താൻ ഒന്നും ചെയ്യുന്നില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വളരെ അരിഷ്ടകരമായിരിക്കുന്ന ഒരു സാഹചര്യം. ലോകത്തിൻ്റെ പ്രശ്നം നല്ല വാക്ക് സത്യം ആരും പറയത്തില്ല, ആരും പറഞ്ഞ് കേൾക്കത്തുമില്ല. മതം പോലും പോക്കറ്റിലിരിക്കുന്ന പൈസ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലാതെ വിശ്വാസത്തെക്കുറിച്ചോ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ചോ ഒരു രൂപാന്തരവും ഒരു പ്രേരണയും നമുക്ക് കിട്ടുന്നില്ല. അവനവൻ നേടിയെടുക്കുകയല്ലാതെ വേറെ മാർഗവുമില്ല. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വ്യക്തിത്വം രൂപപ്പെടുത്തുവാൻ ആഗ്രഹിച്ചാൽ പോരാ, നിരന്തരം പരിശ്രമിക്കണം, നിരന്തരം പരിശ്രമിക്കണം.
നിങ്ങൾക്ക് സ്വർഗത്തിൽ ഈ ലോകത്തിൽ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് ദൈവീകതയിലേക്ക് ഉയർന്ന് ദൈവസന്നിധിയിൽ ജീവിക്കുന്ന മാലാഖമാരെ പോലെ ആകണം. മാലാഖമാരും മനുഷ്യരും തമ്മിൽ എന്താ വ്യത്യാസം അറിയാമോ? ചിന്തിച്ചിട്ടുണ്ടോ? സ്വർഗത്തിൽ മാലാഖമാരും ലോകത്തിൽ വീണുപോയ മനുഷ്യരും തമ്മിൽ മനുഷ്യരെപ്പോഴും അവൻ്റെ സ്വാർത്ഥതയിൽ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന് ചിന്തിച്ച് ഈ ലോകത്തിലെ ജീവിതത്തിനു വേണ്ടി ഗൗനിക്കുന്നവരായിരിക്കും. സ്വർഗത്തിലെ മാലാഖമാർക്ക് സ്വന്തം ഹിതങ്ങളില്ല, സ്വന്തം ഇഷ്ടങ്ങളില്ല, സ്വന്തം ആഗ്രഹങ്ങളില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തോ അതിനെ നിവർത്തിക്കുന്നവരാകും. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് സാധിക്കുമോ? അതെ, സാധിക്കും. എവിടെയാ അതിന് ഉദാഹരണം? നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കൂ. നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ചെവി, നിങ്ങളുടെ കൈ, കാലുകൾ എന്തിനെങ്കിലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? പ്രാപ്തിയുണ്ടോ? മനസ്സെന്തു പറയുന്നോ അതിനെ അനുസരിക്കാൻ മാത്രമേ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് സാധിക്കൂ. അതൊരു ഉദാഹരണമാണ്. അത് ശരീരത്തിൽ എൻ്റെയും നിങ്ങളുടെയും കൺമുൻപിൽ കാണുന്ന ഉദാഹരണം. എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കൊന്നിനും അതിൻ്റേതായ ഹിതങ്ങളില്ല, അതിൻ്റേതായ സ്വാതന്ത്ര്യമില്ല. മനസ്സിൻ്റെ ഇഷ്ടം എന്തോ അത് മനസ്സ് പറയുന്നതിനെ അനുസരിക്കാനല്ലാതെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് പ്രാപ്തിയില്ല. അതാണ് മാലാഖമാരുടെ അവസ്ഥ. ദൈവത്തിൻ്റെ ഹിതങ്ങളെ പാലിക്കുക എന്നതിൽ കവിഞ്ഞ് സ്വന്തം ഇഷ്ടങ്ങളില്ല, സ്വന്തം ആഗ്രഹങ്ങളില്ല, സ്വന്തം തീരുമാനങ്ങളില്ല, സ്വന്തം പ്രയത്നങ്ങളില്ല. അപ്പോൾ മനുഷ്യൻ മാലാഖമാരെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് രൂപാന്തരത്തിനുള്ള മാർഗം. സ്വാർത്ഥതയെ മരിപ്പിക്കണം. ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ഭാവത്തെ ഇല്ലാതാക്കണം. പിന്നെ എന്ത് ഭാവമാണ് ഉണ്ടാകേണ്ടത്? എൻ്റെ ദൈവത്തിൻ്റെ ഹിതം. ദൈവത്തിൻ്റെ ഹിതങ്ങൾ അറിയാമോ? അറിയില്ല. ആരെങ്കിലും സ്വയം തീരുമാനിച്ച് ജനിച്ചവരുണ്ടോ? ആരെങ്കിലും സ്വന്തം മാതാപിതാക്കളെ തിരഞ്ഞെടുത്തവരുണ്ടോ? ആരെങ്കിലും സ്വയം ജനിക്കാൻ ഒരു കുടുംബം തിരഞ്ഞെടുത്തവരുണ്ടോ? ഇല്ല എങ്കിൽ ഈ ലോകത്തിൽ ജനിച്ചതിന് നിനക്കെന്ത് കാര്യം? സെന്റ് പോൾ പറയുന്നു, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? എങ്ങനെയാ രൂപാന്തരപ്പെടുക? എങ്ങനെയാ മാനസാന്തരപ്പെടുക? സ്വന്തം ഹിതങ്ങളെ മരിപ്പിക്കണം. ലോകത്തിന് മരിച്ചവരാകണം. ദൈവത്തിനായി ജീവിക്കുന്നവരായി ബലിയർപ്പിച്ചവരാകണം. അവനവന് വേണ്ടി ജീവിക്കുന്നവരായിട്ടല്ല, ദൈവം തന്ന ദൗത്യങ്ങൾ പൂർത്തീകരിപ്പാൻ വേണ്ടി ദൈവത്തിൻ്റെ ഹിതങ്ങളെ നിവർത്തിപ്പാനായി ജീവിക്കണം. അവിടെയാണ് രൂപാന്തരപ്പെടുന്നതിൻ്റെ മാർഗം നമ്മൾ കണ്ടെത്തേണ്ടത്. ഓരോരുത്തരും ആരാധിക്കുന്നതിനേക്കാൾ ഉപരി, ബലിയർപ്പിക്കുന്നതിനേക്കാൾ ഉപരി, നോയമ്പ് അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തിനായി ബലിയർപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതങ്ങളെ നിവർത്തിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുവാൻ ഇടയാകട്ടെ. ദൈവം ഓരോരുത്തരുടെയും വ്യക്തിത്വം അവനെ പോലെ, ദൈവത്തെ പോലെ ആക്കി തീർക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സമയം ദീർഘിപ്പിച്ചതിൽ ക്ഷമിക്കുക. ചേർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേ ലൂയ്യോ ഹാലേ ലൂയ്യ. നിന്നഭിഷക്ത മുഖം തിരുപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം. പുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ, സാക്ഷിയെയും പറയുമോ. ശുഭഹുല മൂലബറു വലറു കാദേശോ മൂലം വാദാമിനു മൂലം വൽമീനമേ.
പൂജയുടെ ശുദ്ധ്യാഭിസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുദ്വാരങ്ങൾ വാനവരുത്തു സേക്കേണം സൗമൻ കാലസ്കുറിയേലായി സോ നിർമ്മല മദ്ബഹായിൽ കാർത്തൃ സ്നേഹാശുശ്രൂഷിച്ചോര വൈദികരെ പിൻചെല്ലും നീറന്മാർ ദേവാകാരെ ബാറയ്ക്കുമോ ോ ദേവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമനമഹാനാളിൽ ഓർത്തുമുഖപ്രഭേകേണമേ മുറിയോറാഹി മേലൈനു ആധാരേ ശകളർപ്പിച്ച് രാജാര്യന്മാർ കേകുക പുണ്യം സ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്യുവതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹാലേലൂയ പൂക്കുന്നിതുവയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ മനോലം വാദാമിൽ മൂലം വൽമീനമേ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനെ ജീവാസമണർത്തണമേ കബറേനു ധ്യാനത്തിനായി സോമൻ കാലോസ്കുറിയേലായി സോം ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നവരോടെഴുന്നേറ്റും ഉയരേകുന്നെ ചെയ്തിടുന്നു പാർക്കുമ്പോൾ ശുഭകൂലാബോലബിറോ വൽറൂഹോ കാദിച്ചു രക്തം പാനം ചെയ്യും പാതാളത്തിൽ പോകാനായി എന്നും അവൻ ജീവിപ്പാൻ എന്നും കർത്താൻ തന്റെ മേലൈനുവാതായി മരമതിനുയരെ കർത്താവേ കൈക്കൊണ്ടിടേണം. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമുഖങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ. അഗ്നിമയന്മാരെ നോക്കി വിറച്ചിടുന്നു അവനെ
നകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട് ബാറഹിമോർ എൻ്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമുഖങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ. ലോകാലോകങ്ങൾ കൂടയവനായ തമ്പുരാനേ, രോഗവും ഇവരുടെ പാപഭൂമിതിനാൽ മോചിക്കണമേ. പട്ടുധരിച്ചവർക്കൊപ്പം നിന്നിക വേണ്ടുന്നോർക്കായി പടക്കാരൻ മാണിക്യങ്ങളെ വിതറിടുന്നു. വാനവരിടയിലസൂയാദോഷം പാടുണ്ടെങ്കിൽ മനുഷ്യസുതരോ ഡാഗ്രോബേന്മാർക്കുണ്ടതു നൂനം. കുരിശിപ്പാനായി സുതനേ സിഹിയോൻ നാട്ടിമരത്തെ കുഞ്ഞാടതിനെ ജനിപ്പിച്ചൊരു മരമുണ്ടായവിടെ. മട്ടഹസിച്ച് പറയണം, പിതാവും പുത്രനും പരിശുദ്ധരുഹായമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറകളെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ദോർദോർലേ തിശുബുഹത്തോ വമറൗമേ. ഹല്ലേലൂയ. മെൻമദ്ബാഹോ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും കർത്താവും ദൈവവുമേ, തിരുമുമ്പാകിയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിത്യശ രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിയാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരും സംബന്ധിച്ചവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ബത്രായിഹോൻ ഉൽമലഓലം ഉൽമീൻ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തൻ മാതാവിൻ ഉന്നതിയും മഹിമ മൂടി സഹദേമാർക്കും മൃദരിൽ കരുണയുമുണ്ടാക. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക്
സ്തുതി. കർത്താവായ യേശുമശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കിയതുമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ, പിന്നെയോ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദക്കൂലൻ റാഹേ മല ഭൂവാഗേക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർത്തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. കർത്താവേ, മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തുകയും സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായി ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നീ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുൽ സുബാൻ ലവൽ മീ ബാറക്കുമോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. പാർക്കുമ്പോൾ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് ശേഷം വീണ്ടും കരുണയിലെത്താണ്ടുമാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മശിഹാ തമ്പുരാനെ, കിടാത്ത അഗ്നിയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ വബുകുൽ സുബാൻ ലവൽ മീൻ. ആമീൻ. ബാരേക്കുമോ. മേടം നാലോ നിരുപതു തന്നിൽ മോർഗീവാരുഗീസ് മസിഹായെ പ്രതി വീരൊടു പീഡ മകുടം ചൂടി സഹദാ ഞങ്ങളുടെ ദുഷ്കാലമതിൽ പ്രാർത്ഥിക്കേണമേ. ത്വരിതം താതാ ദുരിതം ഭൂരിത മായിടേണമേ. മാനവ പാപം പരിഹൃതമാവാൻ വധമേറ്റോനാം യേശുവിനെ പ്രതി നിർദയദണ്ഡന മേറ്റൊരു സഹദാ മേടത്തിൽ നിൻ സ്മൃതി ചെയ്പോരേ ഓർത്തിടേണമേ. നിന്യാജനയാൽ ചേരണമിവരിൽ ശമവും സുഖവും. ഒരുപോലിങ്ങും മോർഗി വറുകി സഹദാ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനിച്ചോർക്കായി. സെലൂൻ ബസ്ലമോ ഹാൻ വഹാബിബായ്. വത്സല സഹോദരങ്ങളെ, കർത്താൻ്റെ പാപം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്ര ഭക്ഷണത്തോടും വഴിയാഹാരങ്ങളും കൂടെ പരിശുദ്ധത്തിന് കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുകയും ആമീൻ. ദുരസ്ഥരോടുകൂടി സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും കർത്താവിൻ്റെ വിജയസ്ലീബ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദിസയുടെ ഉത്ബോധപ്പെട്ടവരുമേ ഇത്രത്വങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, വിശ്വാസികളെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആമീൻ. ഞാനോ ബലഹീനും പാപിയുമായ ദാസനാഥ
ആകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാ കൃപയും സഹായം ലഭിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. അമേൻ. കർത്താവിന്റെ കുർബാനയിരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാട്ടെ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വന്നിയ സാം ഗബ്രിയേൽ കോർപ്പിസ്കോപ്പ അച്ഛൻ, വികാരി അച്ഛൻ, എന്നെ കേൾക്കുന്ന ഇവരുമേ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുവേശുനാമത്തിൽ സ്നേഹവന്ദനം. വളരെയധികം സന്തോഷമുണ്ട് ഈ ദേവാലയത്തിൽ വരുവാനും ഈ വിശുദ്ധ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാനും ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ഈ ദേവാലയത്തിൽ പണ്ട് വന്നത് ഒരു ബാലനായിട്ട് അത്താനാസ്യോസ് തിരുമേനിയെ കാണുവാൻ വേണ്ടി പണ്ട് കൊച്ചിലെ അമ്മച്ചിയോടൊപ്പം ഇവിടെ വന്നതായി ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് തിരുമേനി ആ ഭാഗത്തിരിക്കുകയും തിരുമേനിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് വളരെ കൗതുകത്തോടെ ഈ ദേവാലയത്തിൻ്റെ ഈ ഒരു പണിയൊക്കെ ശ്രദ്ധിക്കുവാനിടയായിട്ടുണ്ട്. അന്ന് വീണ്ടും ഈ ദേവാലയത്തിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ആ പഴയ ഓർമ്മകൾ ഒന്ന് റീകളക്ട് ചെയ്യുവാനും അത് ആ നല്ല മെമ്മറീസ് ഒന്നും കൂടെ ഓർക്കുവാനും ഇടയായി. തീർച്ചയായിട്ടും അതിന് സാധ്യമാക്കി തന്ന ഈ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ ബലിയർപ്പിക്കുവാൻ സാധ്യമാക്കുന്ന ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി അച്ഛനോടും വികാരി അച്ഛനോടും എല്ലാ ഭാരവാഹികളുള്ള നന്ദി ഒറ്റ വാക്കി അർപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് മക്കോഡിയ മിഷനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിൽ അഭിവന്യ തേവോദൂസ് തിരുമേനി തുടങ്ങിയതായ ഒരു മിഷൻ സെൻ്ററാണ്. ഗ്രാമപ്രദേശത്ത് ആരോരുമില്ലാത്ത, അല്ലെങ്കിൽ മക്കോഡിയ മിഷൻ എന്ന് പറയുന്നത് തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണ്. 1800s മേരി മൽക്കോഫ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ബ്രിട്ടനിൽ നിന്ന് വന്ന് ഫ്രണ്ട്സ് ചർച്ച് തുടങ്ങിയുണ്ടായി. അവിടെ നിന്ന് ക്ലാർക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും അവരുടെ ഭാര്യയും, മക്കളില്ലായിരുന്നു, അവർ ഇവിടെ അന്ന് പ്ലേഗ് എന്ന് പറഞ്ഞ വലിയൊരു അസുഖം ഉണ്ടായിരുന്നു. ആ അസുഖത്തിൽ നിന്ന് അവിടെ നമ്മളിപ്പോൾ അറിയാമല്ലോ ക്വാറൻറ്റൈൻ ചെയ്യുന്ന പോലെ, അന്ന് ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരൊക്കെ ക്വാറൻറ്റൈൻ ചെയ്ത് ഒരു സ്ഥലത്ത് വെക്കുകയും അവിടെ മരണപ്പെട്ടു പോയവരുടെ മക്കളെ അവർ മാറ്റി മക്കോഡിയയിലോട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇത് നടന്നത് 1800s. പിന്നീട് ആ വില്ലേജ് അവർ ഡെവലപ്പ് ചെയ്തു വന്നു. പക്ഷേ പിന്നീട് അതൊത്തിരി ഔട്ട്കാസ്റ്റായി പോവുകയും അവിടെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല, റോഡ് ഒന്നുമില്ല. അങ്ങനെ അതൊത്തിരി ബാക്ക്വേർഡായി പോയപ്പോൾ അഭിവന്യ തേവോദൂസ് തിരുമേനിക്കൊരു ആരുടെയോ മുഖാന്തരം ഇങ്ങനെ ഒരു അറിവ് കിട്ടി. അതായത് പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവൊക്കെ ഉണ്ട്, അവിടെ ഒത്തിരി പ്രയാസം അനുഭവിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ തിരുമേനി അന്ന് കാളവണ്ടിയിൽ പോയി അവരുടെ ഇടയിൽ പോവുകയും അവിടെ പല സോഷ്യൽ പ്രൊജക്ട്സ് നടത്തുകയും ചെയ്തു. അവിടെ നോക്കിയപ്പം ഏകദേശം അവിടുത്തെ ഏറ്റവും നിയറസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഇറ്റാർസിയാണ്. ഇറ്റാർസിയിലോട്ട് പോകുന്നത് ഏകദേശം 5 തൊട്ട് 6 മണിക്കൂർ എടുക്കുമായിരുന്നു. ഏകദേശം 25 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷേ യാത്ര ചെയ്യണമെങ്കിൽ ഏകദേശം 5 തൊട്ട് 6 മണിക്കൂർ എടുക്കുമായിരുന്നു. അങ്ങനെ അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങുകയും അവർക്ക് വേണ്ടി ക്ലിനിക്ക് നടത്തുകയൊക്കെ ചെയ്യുകയുണ്ടായി. പിന്നീട് മനസ്സിലാക്കി അവർക്ക് എഡ്യൂക്കേഷനായിട്ടൊന്നുമില്ല. അങ്ങനെ അവിടെ ഒരു മിഷൻ സ്കൂൾ തുടങ്ങുകയും അവിടെ ഇപ്പോഴും നമ്മൾ പിള്ളേരുടെ പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ അൺടച്ചബിലിറ്റി, കാസ്റ്റ് സിസ്റ്റമൊക്കെ ഇന്നും അവിടെ പ്രിവെയിലിംഗ് ആണ്. പല ST SC അല്ലെങ്കിൽ പല കാസ്റ്റുകാരും ഒരുമിച്ച് നിൽക്കുകയും മറ്റുള്ളവരെ മാറ്റുകയൊക്കെ ചെയ്യുന്ന ഇപ്പോഴും അതേ പഴയ ചിന്താഗതിയുള്ള മനുഷ്യർ ഇന്നും ജീവിക്കുന്നിടത്ത്. പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപയെന്ന് പറയട്ടെ, ക്രിസ്ത്യൻസിനെ അവർക്ക് ഭയങ്കര കാര്യമാണ്. കാരണം അവർക്കറിയാം നമ്മളവരെ ഉപദ്രവിക്കാനോ അല്ലെ അവരുടെ കൾച്ചറൽ ഇതിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ചെല്ലുന്നവരല്ല. അതുകൊണ്ട് നമ്മളെ അവർക്ക് ഭയങ്കര ബഹുമാനമാണ്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ മിഷൻ സെൻ്ററിലോട്ട് വരികയും അവരവർ പറയുകയും ചെയ്യും. അത്രമാത്രം ഒരു നല്ലൊരു സൗഹൃദം തിരുമേനി മൂലം ഉണ്ടാകുവാൻ സാധിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് ക്ലിനിക്കും സ്കൂളും ഒക്കെ നടന്നു പോകുന്നുണ്ട്. കുഴപ്പമില്ലാതെ അവരുടെ വലിയൊരു പിന്തുണ നമുക്കുണ്ട്. നിങ്ങളുടെ ഇവരും പ്രാർത്ഥനയിൽ മിഷൻ സെൻ്ററിനെയും അതിനോടൊപ്പമുള്ള ആൾക്കാരെയും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
യജമാനൻ വരുമന്നേരത്ത് ഉണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാ പകലെല്ലാം തൻ കൂടെ പണിതോ കവനകേട്ടി പരികർമ്മിച്ചിടും താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ റുക്കുദിശാപാരകലിത മുടയുന്നോരോ മുടി ഹാലേലൂയ ചൂടും മകുടത്തിൽ കർത്താവരുളി ചെയ്തു ഞാൻ ജീവന്റെ അപ്പം ലോകത്തെ പോഷിപ്പിപ്പാൻ മേലിനും വന്നു താതനയച്ചു വചനമാമെന്നെ കർഷകനെ പോ ഗബ്രിയേൽ വിതച്ചു നല്ല നിലം തുല്യം മറിയ കൈകൊണ്ടാളൂതരി ദൂതസമാനം ത്രോണോസിൽ പട്ടക്കാർ കൈയിൽ ഹാലേലൂയ ഘോഷിച്ചിടുന്നു. കർത്താവരുളി ചെയ്തു ഞാൻ ജീവന്റെ അപ്പം ലോകത്തെ പോഷിപ്പിപ്പാൻ മേലീന്നും വന്നു താതനയച്ചു വചനമാമെന്നെ കർഷകനെ പോൽ ഗബ്രിയേൽ വിതച്ചു നല്ല നിലം തുല്യം അറിയാം കൈകൊണ്ടാളൂതരി ദൂതസമാനം ത്രോണോസിൽ പട്ടക്കാർ കൈയിൽ ഹാലേലൂയ ഘോഷിച്ചിടുന്നു. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.